ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പയറും പരിപ്പും ഒക്കെ ചേർത്തുണ്ടാക്കിയ ഒരു ദോശയാണ്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ തയ്യാറാക്കുന്നത് മത്തങ്ങ വെച്ചൊരു ചമ്മന്തിയാണ്. അതിനായിട്ട് ദാൽ മിക്സ് ഞാനിപ്പോൾ 1 ഗ്ലാസ് അളവിലും പച്ചരി 1/4 ഗ്ലാസ് അളവിലുമാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന അളവാണെങ്കിൽ നമുക്കൊരു 12-13 ദോശ ചുടാവുന്നതാണ്. നമുക്ക് ഇവയെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3-4 തവണ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. ഇനി കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊരു 6-7 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചേക്കാം. കുതിർത്ത അരിയും പരിപ്പുമെല്ലാം ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി എരിവിനായിട്ട് 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 സ്പൂൺ ജീരകവും 3-4 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കണം. തയ്യാറാക്കിയ മാവിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ മാറ്റി വെച്ചേക്കാം. ദോശയ്ക്കുള്ള പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ തവി കോരി ഒഴിച്ച് നല്ല പരത്തി ദോശ ചുട്ടെടുക്കാം. എണ്ണയ്ക്ക് പകരം ഞാനിപ്പോൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ദോശയ്ക്ക് കിട്ടുന്നതാണ്. വളരെ നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇത് വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു ദോശയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. വീണ്ടും ഒരു ദോശ കൂടി ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് അങ്ങനെ എല്ലാം ചുട്ടെടുക്കാവുന്നതാണ്. ഇതിനോടൊപ്പം നമുക്ക് തേങ്ങാ ചട്നിയോ തക്കാളി ചട്നിയോ വെച്ച് കഴിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്നത് മത്തങ്ങ കൊണ്ടൊരു ചട്നിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. നല്ല വിളഞ്ഞ മത്തങ്ങയാണ് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു വലിയ പീസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇത്ര ആവശ്യമില്ല. ഇതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ തോലെല്ലാം ചെത്തിയ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു പിടി ചുവന്നുള്ളിയും ഒരു 4-5 വറ്റൽമുളകും പകുതി തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. എരിവ് ആവശ്യമാണെങ്കിൽ മുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലിട്ട് ഇവയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി റെസിപ്പിയാണ്. ഇതിൻ്റെ രുചിയെന്ന് പറഞ്ഞാൽ മധുരവും പുളിപ്പും എരിവും ഇത് മൂന്നും ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിന്. ദോശയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇനി നമുക്ക് പാകത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ നിറം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അഥവാ ഉള്ളി ഇല്ലെങ്കിൽ കൂടി നമുക്ക് സവാള വെച്ചുകൂടി ഈ ചട്നി തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തക്കാളി ഇഷ്ടമില്ലാത്തവർക്ക് തക്കാളിക്ക് പകരം ഒരു ചെറിയ കഷ്ണം പുളി ചേർക്കാവുന്നതാണ്. ഇനി ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ചട്നി തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദാൽ മിക്സ് ദോശയും പംകിൻ ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.